ഹായ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ഇഷ്യൂ ആണ് നമ്മുടെ അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ വരിക. അതായത് ഇച്ചിങ്ങോട് കൂടിയിട്ടൊരു പിഗ്മെൻറ്റേഷൻ വരിക എന്നുള്ളത്. നമുക്ക് അണ്ടർ ആം എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സ്വെറ്റിങ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല അത്യാവശ്യം സെൻസിറ്റീവായ ഒരു ഏരിയ കൂടിയാണ്. സോ നമുക്ക് ഈ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർ ആമിൽ ഇതുപോലെ ഡിസ്കളറേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ, ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അണ്ടർ ആം സ്കിന്നിൽ ഒരു ഡാർക്ക് പാച്ചസ് പോലെ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ എപ്പോഴും നമ്മുടെ അണ്ടർ ആംസിൽ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, വെറ്റ് ആവാതെ എപ്പോഴും ഡ്രൈ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, അപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, നല്ല ഇച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് എപ്പോഴും അവിടെ നമ്മുടെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ആ വെറ്റ്നെസ്സൊക്കെ തുടച്ച് കളയാം. നന്നായി അത് ഡ്രൈ ആക്കിയ ശേഷം ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ ക്രീം യൂസ് ചെയ്ത് മോർണിംഗും ഈവനിങ്ങും അവിടെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലുലിക്കോണസോൾ കണ്ടൻറ്റുള്ള ക്രീംസൊക്കെ ഫാർമസിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഈ പിഗ്മെൻറ്റേഷനൊക്കെ തടയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നന്നായിട്ട് പോവാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ലുലിക്കോണസോൾ മാത്രമല്ല കീറ്റോകോണസോൾ അല്ലെങ്കിൽ ടെർബിനാഫിൻ അങ്ങനെയുള്ള കണ്ടൻസൊക്കെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അങ്ങനത്തെ ക്രീംസൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. സോ നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഇൻസൈഡ് കഴിക്കേണ്ട ടാബ്ലറ്റ്സ് മാത്രം നമുക്ക് എന്തായാലും ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ കഴിക്കുക. അല്ലാതെ തന്നെ നമുക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യാനുള്ള ക്രീംസൊക്കെ ലുലിക്കോണസോൾ ക്രീംസൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തരും, ഉറപ്പായിട്ട് റിസൾട്ട് തരും. അങ്ങനെയുള്ള കണ്ടീഷൻസ് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ താങ്ക് യു.